നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ അനധികൃത കെട്ടിട നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ നഗരസഭ മുൻ സെക്രട്ടറി ജയകുമാറിന്റെ നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി. ആശുപത്രി കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തി പട്ടയം റദ്ദ് ചെയ്ത കളക്ടറുടെ നടപടി കോടതി ശരിവെച്ചു. സംഭവത്തിൽ നിയമവിരുദ്ധ നിലപാട് സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. നെടുങ്കണ്ടം പാമ്പാടംപാറയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വളം കീടനാശിനി നിർമ്മാണ കേന്ദ്രം അടച്ചുപൂട്ടി. പാമ്പാടംപാറയിൽ പ്രവർത്തിച്ചിരുന്ന HSPM എന്ന സ്ഥാപനമാണ് അടച്ചത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വളങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താതെയാണ് കർഷകരിലേക്ക് എത്തിച്ചിരുന്നത്. നേര്യമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ തന്നോട് ആലോചിക്കാതെ യാതൊരുവിധ മേൽ നടപടികളും സ്വീകരിക്കരുതെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇത് സംബന്ധിച്ച് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തതായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ PM ബേബി. ഉപ്പുതറ പഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലെന്ന് പരാതി. കരാറുകാരന്റെ അനാസ്ഥയിൽ പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും 2.25 കോടി രൂപ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ കരാറുകാരെ പണികൾ ഏൽപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വിശദമായ വാർത്തകൾ. കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ അനധികൃത കെട്ടിട നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ നഗരസഭ മുൻ സെക്രട്ടറി ജയകുമാറിന്റെ നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി. ആശുപത്രി കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തി പട്ടയം റദ്ദ് ചെയ്ത കളക്ടറുടെ നടപടി കോടതി ശരിവെച്ചു. സംഭവത്തിൽ നിയമവിരുദ്ധ നിലപാട് സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സഹകരണ ആശുപത്രിയുടെ കെട്ടിടമാണ് അനധികൃതമായി പണിതിരിക്കുന്നത്. സ്ഥലത്തിന്റെയും കെട്ടിടത്തിന്റെയും ഉടമ ലൂക്ക ജോസഫാണ് നിയമവ്യവസ്ഥകൾ ലംഘിച്ച് കെട്ടിടം പണിതുയർത്തിയത്. നിയമാനുസൃതമായി 3 നിലകൾക്ക് മാത്രമാണ് നഗരസഭയിൽ നിന്ന് അനുമതി നൽകിയിരുന്നത്. എന്നാൽ കെട്ടിടം 4 നിലയായി ഉയർത്തി. നഗരസഭാ കൗൺസിലോ ടൗൺ പ്ലാനറോ അറിയാതെ സെക്രട്ടറിയുടെ രഹസ്യ അനുമതിയോടെയാണ് നിർമ്മാണം നടത്തിയത്. ഇതിനെതിരെ നഗരസഭ രംഗത്ത് വരികയും 2019 മുനിസിപ്പാലിറ്റി ഏകകണ്ഠമായി സെക്രട്ടറിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സർക്കാരിന് പരാതി നൽകുകയും ചെയ്തു. ഇതിനു മുൻപ് സ്ഥലമുടമ ലൂക്ക തണ്ടപ്പേരി മാറി കരമടച്ചതോടെ സ്വകാര്യ വ്യക്തി കളക്ടർക്കും മേലധികാരികൾക്കും പരാതി നൽകിയിരുന്നു. തുടർന്ന് കളക്ടർ പട്ടയം റദ്ദ് ചെയ്ത് നടപടി സ്വീകരിച്ചു. ഇതിനെതിരെ സ്ഥല ഉടമ ലൂക്കായും ഭാര്യയും ഹൈക്കോടതിയിൽ കേസ് നൽകി. ഈ കേസിലാണ് കളക്ടറുടെ നടപടി ശരിവെച്ചുകൊണ്ട് കോടതി വിധിച്ചത്. ഒപ്പം അനധികൃത നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ നഗരസഭാ സെക്രട്ടറിയുടെ നിയമവിരുദ്ധ നടപടി ശരിയല്ല എന്നും ഹൈക്കോടതി വിധിച്ചു. നിയമവിരുദ്ധ നിലപാട് സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. അവൾ അനധികൃതമായിട്ടാണ് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥന്റെ കൈവശം എത്തിയത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് ഇന്ന് ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള വളരെയധികം ആക്ഷേപങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്നതാണ്, മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിലും വന്നിരുന്നതാണ്. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതിന് ഓരോ സമയത്തും കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കത് പരിഗണിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തായാലും ഇത്തരത്തിൽ ഒരു വ്യാജ രേഖകളുണ്ടാക്കി അല്ലെങ്കിൽ വ്യാജ പട്ടയങ്ങളുണ്ടാക്കി സ്ഥലങ്ങൾ കൈമാറുന്ന അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഓരോരുത്തരുടെ പേരിലാക്കുന്ന ഏതോ ഒരു ലോബി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ലോബിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവണം. പക്ഷേ ഇവിടെ കാണുന്ന ഒരു പ്രവണത എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ലോബികളെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ ഗവൺമെന്റും അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിയും സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പേരിൽ പാവപ്പെട്ട സാധാരണ ആളുകളാണ് ഇതിനകത്തെല്ലാം ബലിയാടുകളായി വരുന്നത്. അതുകൊണ്ട് അപ്പോൾ അത് ഈ പറയുന്ന അനധികൃത നിർമ്മാണം റെഗുലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളും ഇവരൊക്കെ തന്നെയാണ്. ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ച ഇത്തരത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ലോബികളെ നിയന്ത്രിക്കാനായിട്ട് കഴിയണമെന്നുള്ള ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. സെക്രട്ടറിയുടെ ഇത്തരത്തിലെ വിവിധ നിയമവിരുദ്ധ നടപടികൾക്കെതിരെ നഗരസഭാ അംഗങ്ങൾ ശബ്ദമുയർത്തിയതിന് അനാവശ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിയാണ് മുൻ സെക്രട്ടറി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പരാതികളിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുകയാണെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ജയകുമാറിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ
അയാൾ ഒരു മുനിസിപ്പൽ ചെയർമാനും കൗൺസിലർക്കും ഒക്കെ എതിരായി അവരെ അയോഗ്യരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിലേക്ക് ഗവൺമെന്റിലേക്ക് കത്ത് കൊടുക്കണമെങ്കിൽ അവരുടെയൊക്കെ ധിക്കാരം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹോസ്പിറ്റൽ അധികൃതർ നമുക്ക് അവർ വന്ന മുനിസിപ്പാലിറ്റിയോട് അവരുടെ ആശുപത്രി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ നിയമാനുസൃതമുള്ള കെട്ടിടം എത്രയാണോ അത്രയും സ്ഥലത്ത് ആശുപത്രി നടത്തുന്നതിനുള്ള പെർമിറ്റ് നമുക്ക് തരാം, അതിനപ്പുറത്തേക്ക് തരാൻ കഴിയില്ല എന്ന് പറയുകയും അവരുടെ അനധികൃതമായിട്ടുണ്ടായിരുന്ന ആ കെട്ടിടത്തിൻ്റെ പോർഷൻ ഒഴിവാക്കി നിയമാനുസൃതം ഉണ്ടായിരുന്ന പോർഷന് മാത്രമാക്കി നമ്മൾ ലൈസൻസ് കൊടുത്തു. അപ്പോൾ ആ ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്ത് ആശുപത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ അന്ന് മുനിസിപ്പൽ കൗൺസിൽ എടുത്ത ആ തീരുമാനത്തിൽ ഇത്രയും നാളായി ഗവൺമെൻറ് നടപടി എടുക്കാതിരുന്നത് ശരിയായില്ല എന്നുള്ളൊരു പരാമർശം കോടതിയിൽ ഉണ്ടായി. എന്തായാലും അന്ന് മുനിസിപ്പാലിറ്റി എടുത്ത നിലപാട് ശരിയാണ് എന്ന് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം വ്യാജപ്പട്ടയമുണ്ടാക്കി സ്ഥലങ്ങൾ വിൽക്കുന്ന ഒരു ലോബി തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും ഇവരെ സംരക്ഷിക്കുകയാണെന്നും ജോയി വെട്ടിക്കുഴി കൂട്ടിച്ചേർത്തു. നേര്യമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ തന്നോട് ആലോചിക്കാതെ യാതൊരുവിധ മേൽ നടപടികളും സ്വീകരിക്കരുതെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഇത് സംബന്ധിച്ച് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തതായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ PM ബേബി പറഞ്ഞു. ദേശീയപാത നവീകരണ ജോലികൾ നടക്കുന്ന സാഹചര്യത്തിൽ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടായിരുന്നു ഹൈക്കോടതി വിധിയുണ്ടായത്. നിർമ്മാണ ജോലികൾ സുഗമമാക്കാൻ സഹായിക്കുന്നതായിരുന്നു വിധി. എന്നാൽ ഈ വിധിക്കെതിരെ വനം വകുപ്പ് അപ്പീൽ പോകുമെന്ന അഭ്യൂഹം പരന്ന സാഹചര്യത്തിലാണ് ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയും മറ്റിതര കർഷക സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് വിഷയത്തിൽ ആശങ്ക അറിയിച്ചത്. റോഡ് വികസനത്തിന്റെ പ്രാധാന്യം ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിമാർക്ക് നിവേദനം നൽകുകയും ചെയ്തു. വന്നിട്ടുള്ള കോടതി വിധിയിൽ തന്നോട് ആലോചിക്കാതെ യാതൊരുവിധ മേൽ നടപടികളും സ്വീകരിക്കരുതെന്ന് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തതായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ PM ബേബി പറഞ്ഞു. ഏതായാലും മുഖ്യമന്ത്രി അടക്കം വനം മന്ത്രിയെയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയെയും നമ്മൾ സന്ദർശിച്ചപ്പോൾ അവർ റോഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്നും ഈ റോഡിൻ്റെ വികസനത്തിന് ഒരു കാരണവശാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റും തടസ്സമാവില്ല എന്നറിയിക്കുകയും അതുപോലെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ, വനം വകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വരുത്തി സംസാരിക്കുകയും ഇത് അപ്പീൽ പോകാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ചീഫ് സെക്രട്ടറിയും കണ്ടിരുന്നു. ചീഫ് സെക്രട്ടറി ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് യാതൊരു കാര്യങ്ങളും നടപടികളും തൻ്റെ അറിവില്ലാതെയും മന്ത്രിസഭയുടെ അനുമതി ഇല്ലാതെയും നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന് വളരെ വിജയകരമായി നമ്മുടെ ഒരു സാമൂഹിക ഇടപെടൽ, വളരെ ആയിരക്കണക്കിന് ആളുകൾ ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായി അത്തരത്തിൽ ആളുകളുടെ ഇടപെടൽ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഇടപെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതുപോലെ ഗവൺമെൻറ്റിനും അതുപോലെ ഇടപെടാൻ തയ്യാറായ മറ്റുള്ള മുഴുവൻ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി സലീംകുമാർ, MM മണി MLA, A രാജ MLA, NCP സംസ്ഥാന സെക്രട്ടറി അനിൽ കൂവപ്ലാക്കൽ, കേരള ബാങ്ക് ഡയറക്ടർ KV ശശി എന്നിവരുൾപ്പെട്ട സംഘമാണ് മുഖ്യമന്ത്രിയെ കണ്ട് ആശങ്കകൾ അറിയിച്ചത്. ദേശീയപാതയുടെ പ്രാധാന്യം സംബന്ധിച്ചും ജനങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ഹൈക്കോടതിയുടെ വിധി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും വനംവകുപ്പ് ഈ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം തടയണമെന്നും സംഘം ആവശ്യപ്പെട്ടു. നെടുങ്കണ്ടം പാമ്പാടംപാറയിലെ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വളം കീടനാശിനി നിർമ്മാണ കേന്ദ്രം അടച്ചുപൂട്ടി. പാമ്പാടംപാറയിൽ പ്രവർത്തിക്കുന്ന HSPM എന്ന സ്ഥാപനമാണ് പൂട്ടിയത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വളങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താതെയാണ് കർഷകരിലേക്ക് എത്തിച്ചിരുന്നത്. പാമ്പാടുംപാറ സ്വദേശി സുരേഷ് കുമാറിന്റെ ഉടമസ്ഥയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് HSPM വളം നിർമ്മാണ യൂണിറ്റ്. ഇവിടെ നിന്നും വിതരണം ചെയ്യുന്ന വളത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് കർഷകർ കൃഷിവകുപ്പിന് പരാതി നൽകിയതിനെ തുടർന്ന് കൃഷിവകുപ്പ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞയിടെ പരിശോധന നടത്തുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രവർത്തനം തുടർന്നതോടെയാണ് കൃഷിവകുപ്പും പഞ്ചായത്തും സംയുക്തമായി പരിശോധന നടത്തിയത്. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോൾ അതിൽ ഏതൊക്കെ ഇവിടെയുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്നും അത് എന്തേരം ക്വാണ്ടിറ്റിയാണെന്നുള്ളത് സ്റ്റോപ്പ് മെമ്മോയെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നിർത്തണം, ഇനി തുടരുതെന്ന് പറഞ്ഞ് 4-ാം തീയതിയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സഹിതം ഇവിടെ വന്ന് ഇവരെ ഇത് ബോധിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് വിപരീതമായി പിന്നെയും തുടർ വള വ്യാപാരം തുടർന്നുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ്
ഇതിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലൈസൻസും ഈ സ്ഥാപനം എടുത്തിട്ടില്ലെന്നുള്ളതും ലൈസൻസ് എടുക്കേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ലബോറട്ടറിയിൽ നിന്ന് പരിശോധന നടത്താൻ വേണ്ടി ഞങ്ങൾ സാമ്പിൾ ഇന്ന് എടുത്തിട്ടുണ്ട്. പരിശോധന നടത്തുന്നതിന്റെ റിസൾട്ട് അറിയുമ്പോൾ അത് അറിയിക്കുന്നതാണ്. 7 തരം വളങ്ങളാണ് ഇവർ വിപണിയിൽ എത്തിച്ചിരുന്നത്. എന്നാൽ ഇവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന വിവിധ പരിശോധനകൾ നടത്തി അംഗീകാരം നേടിയിരുന്നില്ല. ഓരോ വളത്തിലും അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങളെ സംബന്ധിച്ച വ്യക്തത വരുത്തുകയോ കൃഷിയെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമാക്കുകയോ ചെയ്തിരുന്നില്ല. സുരേഷ് കൃഷിയിടങ്ങൾ സന്ദർശിച്ച വളങ്ങൾ നിർദ്ദേശിക്കുകയാണ് ചെയ്തിരുന്നത്. പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെയായിരുന്നു ഉൽപാദന യൂണിറ്റിന്റെ പ്രവർത്തനം. പഞ്ചായത്തിന്റെ പേപ്പറോ ലൈസൻസോ യാതൊരു രേഖയും ഇല്ലാതാണ് അനധികൃതമായി ഇത്തരമൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. മരുന്നിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പരിശോധിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിൻ്റെ അറിവില്ല. അതുമായി ബന്ധപ്പെട്ട കൃഷി ഡിപ്പാർട്ട്മെന്റിലെ കൃഷി ഓഫീസറുണ്ട്, കൃഷി അസിസ്റ്റന്റ് ഓഫീസറുണ്ട്, മറ്റ് പഞ്ചായത്ത് ജീവനക്കാരുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനം ഇപ്പോൾ പൂട്ടി സീൽ വെക്കുകയും അതിനുശേഷം മതിയായ രേഖകൾ, ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ സ്ഥാപനം ഇനി തുറന്നു പ്രവർത്തിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകുകയുള്ളൂ. പല പരാതികളും ഫോൺ മുഖേനയും രേഖാമൂലവും പഞ്ചായത്തിന് വളരെയധികം പരാതികൾ ലഭിച്ചു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ പരിശോധിച്ചപ്പം ഒരു 4 or 5 ഐറ്റം മരുന്നുകളോ അതിൻ്റെ പൊടികളോ ഒക്കെ എടുക്കാൻ സാമ്പിൾ എന്നുള്ള നിലയിൽ കൃഷി ഓഫീസർ ഇത്തരം സാധനങ്ങൾ ബന്ധവസിൽ എടുത്തിട്ടുണ്ട്. ആവശ്യമായ ലൈസൻസുകൾ നേടുന്നവരെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന പരിശോധനകൾ പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെയും പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു. സ്ഥാപനത്തിൽ നിന്ന് വിപണിയിലെത്തിച്ചിരുന്ന വിവിധ വളങ്ങളുടെ സാമ്പിൾ കൃഷിവകുപ്പ് ശേഖരിച്ചു. ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. അന്യസംസ്ഥാന തൊഴിലാളികളാണ് സ്ഥാപനത്തിൽ ജോലിക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ വിവിധ പൂജകൾ നടന്നതിന്റെ സൂചനകളുമുണ്ട്. ഉപ്പുതറ പഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലെന്ന് പരാതി. കരാറുകാരന്റെ അനാസ്ഥയിൽ പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും 2.25 കോടി രൂപ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ കരാറുകാരെ പണികൾ ഏൽപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 2023 ഉപ്പുതറ കൃഷിഭവന്റെ സമീപത്തായി 33,92,500 രൂപ ചിലവഴിച്ച് 50 സെന്റ് സ്ഥലം പഞ്ചായത്ത് പൊതുശ്മശാനത്തിനായി വാങ്ങിയത്. തുടർന്ന് സ്ഥലം നിരപ്പാക്കി ചുറ്റുമുതൽ പണിയുന്നതിനായി 25 ലക്ഷം രൂപ പഞ്ചായത്ത് കരാറുകാരന് നൽകി. ഇതേസമയം പഞ്ചായത്തിന്റെ അപേക്ഷ പ്രകാരം ശുചിത്വ മിഷനിൽ നിന്നും 2 കോടി രൂപ കൂടി അനുവദിച്ചു. എന്നാൽ ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ജോലികൾ മാത്രമാണ് കരാറുകാരൻ ചെയ്തത്. കഴിഞ്ഞ മാർച്ചിന് മുൻപ് പണികൾ പൂർത്തിയാക്കാത്തതിനാൽ 25 ലക്ഷത്തോളം രൂപ സ്പില്ലോവറിലും ഉൾപ്പെടുത്തി. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ 2 കോടി രൂപയോളം നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സ്ഥലം ഏറ്റെടുത്തതിനു ശേഷം 4ഓളം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കട്ടപ്പന നഗരസഭയെ ആശ്രയിക്കേണ്ട ഗതികേട് വന്നുവെന്നും ഇങ്ങനെ പോയാൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി മുടങ്ങിപ്പോകുന്ന സാഹചര്യമാണുള്ളതെന്നും ടൗൺ വാർഡ് മെമ്പർ പറഞ്ഞു. സിമിത്തേരിയുടെ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ഇതിനെ ചുറ്റുമതിൽ സ്ഥാപിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം രൂപ 2023-24 സാമ്പത്തിക വർഷത്തിൽ പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തുകയും ആ ബന്ധപ്പെട്ട കോൺട്രാക്ടർ അതിൻ്റെ വർക്ക് പിടിക്കുകയും ചെയ്തു. എന്നാൽ ആ 23 സാമ്പത്തിക വർഷം അവസാനിച്ച് 24-25 സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും ഈ ചുറ്റുമതിലിൻ്റെ പണികൾ നാമമാത്രമായിട്ട് മാത്രമേ തുടങ്ങുവാൻ ബന്ധപ്പെട്ട കോൺട്രാക്ടർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത് തികച്ചും ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ്, ഒരു അവഗണനയാണ്. കാരണം ഈ സിമിത്തേരിക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥലം എടുത്തതിന് ശേഷം 4 മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ സ്ഥലമില്ലാതെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ നമ്മൾ ആശ്രയിക്കേണ്ട ഗതികേട് വന്നു. സാമ്പത്തികമായിട്ട് ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും ഈ മൃതശരീരങ്ങൾ മറവ് ചെയ്യുവാൻ സ്ഥലം ഇല്ലാത്ത ആളുകൾക്കും വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ഈ പൊതുശ്മശാനത്തിൻ്റെ ആ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇതുവരെ 14 പണികളാണ് കരാറുകാരൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ 3 മാത്രമേ പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ. പൊതുശ്മശാനം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എസ്റ്റേറ്റ് ഭൂമിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഓരോ വാർഡിലും പൊതുശ്മശാനം എന്ന പദ്ധതി മുന്നോട്ട് വച്ചത്. ഈ സാഹചര്യത്തിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ കരാറുകാരെ പണികൾ ഏൽപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഒരാളെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ മഞ്ചുമല പഴയകാട് സ്വദേശി ചിരഞ്ജീവിയെയാണ് അറസ്റ്റ് ചെയ്തത്.
2024 ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ. പള്ളിക്കുന്ന് സ്വദേശിയായ പെൺകുട്ടിയുമായി അടുപ്പത്തിലായ വണ്ടിപ്പെരിയാർ മഞ്ചുമല പഴയകാട് സ്വദേശി ചിരഞ്ജീവി 6 മാസം മുൻപ് നടന്ന സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിനായി വണ്ടിപ്പെരിയാറിലെത്തിയ പെൺകുട്ടിയെ മഞ്ചുമല പഴയകാട് എസ്റ്റേറ്റ് ലയത്തിൽ ചിരഞ്ജീവിയുടെ വീട്ടിൽ കൊണ്ടുപോവുകയും ഇവിടെ വെച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. പിന്നീട് 6 മാസത്തിനു ശേഷം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് പെൺകുട്ടിയെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സമയത്താണ് പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം ഡോക്ടർമാർ മാതാപിതാക്കളെ അറിയിക്കുന്നത്. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു. സംഭവം നടന്ന സമയം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടികൾക്കെതിരായ അതിക്രമ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ എറണാകുളം കാക്കനാട് ജുവനൈൽ ജയിലിൽ റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ കെ ഹേമന്തകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം സംസ്കരിച്ചു. കേസിലെ പ്രതിയും വിജയന്റെ മകനുമായ വിഷ്ണുവിന്റെ സാന്നിധ്യത്തിൽ കട്ടപ്പന പൊതുശ്മശാനത്തിൽ മരണാനന്തര ചടങ്ങുകളോടെയായിരുന്നു സംസ്കാരം നടന്നത്. 2023 ഓഗസ്റ്റിലാണ് വിജയൻ കൊല്ലപ്പെട്ടത്. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ അന്വേഷണത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ നിന്ന് പുറത്തെടുത്ത നെല്ലിപ്പള്ളിയിൽ വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കട്ടപ്പന ശാന്തിതീരം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. കേസിലെ പ്രതിയും വിജയന്റെ മകനുമായ വിഷ്ണുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഇരട്ടക്കൊലപാതകത്തിന് ചുരുളഴിയുന്നതിന് പിന്നാലെ മാർച്ച് 10 കക്കാട്ടുകടയിലെ വാടക വീടിന്റെ തറ കുഴിച്ച വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് പുറത്തെടുത്തിരുന്നു. 2023 ഓഗസ്റ്റിലാണ് വിജയൻ കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തിനൊടുവിൽ വിജയനെ മുഖ്യപ്രതി കട്ടപ്പന പുത്തംപുരയ്ക്കൽ PR നിതീഷ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം വീടിന്റെ തറ പൊളിച്ച് മറവ് ചെയ്യുകയുമായിരുന്നു. നിതീഷിന് വിജയന്റെ മകളുമായുള്ള രഹസ്യബന്ധത്തിലുണ്ടായ ആൺകുഞ്ഞിനെ ജനിച്ച് 4 ദിവസത്തിനു ശേഷം 2016 ജൂലൈയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരുന്നു. കേസിൽ മാപ്പുസാക്ഷികളാക്കണമെന്നുള്ള അപേക്ഷ പരിഗണിച്ച തൊടുപുഴ CJM കോടതിയുടെ നിർദ്ദേശപ്രകാരം വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവർ കേസിൽ അടുത്തിടെ കട്ടപ്പന ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയിരുന്നു. മുഖ്യപ്രതി നിതീഷിനെതിരെ ഇരട്ടക്കൊലപാതകത്തിനു പുറമെ ലൈംഗിക പീഡനം, മോഷണം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 10 അങ്കണവാടി ജീവനക്കാരുടെ അവകാശ ദിനത്തിന്റെ ഭാഗമായാണ് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കേന്ദ്രഭരണം തയ്യാറാകും, തൊഴിലാളികളെ അംഗീകരിക്കാൻ തയ്യാറാകൂ സർക്കാരെ. ICDS പദ്ധതിയും അങ്കണവാടികളെ സംരക്ഷിക്കുക, അങ്കണവാടി ജീവനക്കാർക്ക് നിയമാനുസൃതമായി മിനിമം വേതനവും സാമൂഹിക സുരക്ഷാ പദ്ധതികളും പെൻഷനും അനുവദിക്കുക, സ്വകാര്യവത്കരണ നീക്കം ഉപേക്ഷിക്കുക, ലേബർ കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ സമരം ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ അടക്കം അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ രംഗത്തുള്ള സംഘടനകൾ CITUമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ചേർന്ന് എല്ലാ വർഷവും ഈ അഖിലേന്ത്യാ അവകാശ ദിനം ആചരിക്കുന്നു. ഇവിടെ ആവശ്യങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ചു. അംഗൻവാടി ജീവനക്കാർ അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരണമായിട്ടുള്ള ഒരു പ്രതിഫലവും ലഭിക്കാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗം, പരിമിതമായി കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം, അവരുടെ മനുഷ്യത്വപരമായ സമീപനം കേന്ദ്ര സർക്കാർ കാണിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ ഈ പാവങ്ങളോട് അല്പം പോലും മനുഷ്യത്വം കാണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് അനുഭവം. ഏറ്റവും കൂടുതൽ ജോലിഭാരമുള്ള അങ്കണവാടി ജീവനക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം തിരുത്തണമെന്ന് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനിത റെജി ആവശ്യപ്പെട്ടു. VR സജി, CR മുരളി, വനജകുമാരി, ടോമി ജോർജ്, KN വിനീഷ് കുമാർ, TGM രാജു തുടങ്ങിയവർ സംസാരിച്ചു. എഴുകുമ്പയിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് സ്പൈസ് വാലിയുടെ 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും ജൂലൈ 14 ഞായറാഴ്ച വൈകിട്ട് 6:30 നടക്കും. പ്രസിഡന്റായി റാണ ബെന്നറ്റ്, സെക്രട്ടറിയായി ജോൺസൺ പള്ളിയാടി, ട്രഷററായി സാൻഡി പാറത്തറ എന്നിവരാണ് ചുമതലയേൽക്കുന്നത്. എഴുകുമ്പയിൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് സ്പൈസസ് വാലിയുടെ 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നത്. പൊതുസമൂഹത്തിലേക്ക് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ബ്ലോസം എന്നാണ് ഈ വർഷത്തെ തോട്ട് തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2024-2025 വർഷത്തെ റോട്ടറി ക്ലബിന്റെ ഇൻസ്റ്റലേഷന്റെ ഭാഗമായിട്ട് എഴുകുമയിൽ സ്പൈസ് വാലി ക്ലബ്ബ് ഈ വരുന്ന ഞായറാഴ്ച 14-ാം തീയതി ഇൻസ്റ്റലേഷനും അതുകൂടി സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും എഴുകുമയിൽ SVB ഹാളിൽ വെച്ച് നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2023-2024 വർഷത്തിൽ
ജെയ്സ് മടിക്കാങ്കലിന്റെ പ്രസിഡന്റും ജോജി സെക്രട്ടറിയുമായിരിക്കെ നമ്മൾ ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടത്തുകയുണ്ടായി. അതിന്റെ മുന്നോടിയായിട്ട് തന്നെയാണ് 2024-2025 അടുത്ത ഭാരവാഹികൾ വരുന്നത്. അതിൽ പ്രസിഡന്റായി റാണ ബെനറ്റിനെയും സെക്രട്ടറിയായി ജോൺസൺ പള്ളിയാടെയും ട്രഷററായി സാൻഡി പാറത്തറയെയും നമ്മൾ ഭാരവാഹികളായിട്ട് ഞായറാഴ്ച തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം നമ്മൾ ബ്ലോസം എന്ന ഡിസ്ട്രിക്ട് ടീമുമായിട്ട് സഹകരിച്ച് നിരവധി പ്രോഗ്രാമുകൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം നമ്മൾ 10-50 പ്രോഗ്രാമുകളോളം നമ്മൾ എഴുതുമ്പോൾ കൊച്ചു ഗ്രാമത്തിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുകയുണ്ടായി. ഈ വർഷവും അതിൽ കൂടുതൽ ചെയ്യുവാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ വിവിധ മേഖലകളിൽ പദ്ധതികൾ നടപ്പിലാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷം പഠന സഹായം, രക്തദാന ക്യാമ്പുകൾ, ജൈവകൃഷി പ്രോത്സാഹനം, ഭിന്നശേഷി കുട്ടികൾക്കായി പദ്ധതികൾ എന്നിവ നടപ്പിലാക്കും. വാർത്താസമ്മേളനത്തിൽ റാണ ബെന്നറ്റ് ജോസഫ്, ജോൺസൺ പള്ളിയാടി, സാൻഡി സെബാസ്റ്റ്യൻ, ജെയ്സ് മടിക്കാങ്കൽ, റെജി ഏറമ്പടം എന്നിവർ പങ്കെടുത്തു. മഴ പെയ്തതോടെ പള്ളിവാസൽ പഞ്ചായത്തിലെ പീച്ചാട് പ്ലാമല റോഡ് കുണ്ടും കുഴിയുമായി നാട്ടുകാരുടെ നടുവൊടിക്കുന്നു. സ്കൂൾ ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണിത്. മാങ്കുളം, കുരിശുപാറ, പീച്ചാട് മേഖലകളിൽ നിന്നും അടിമാലിയിലേക്ക് എളുപ്പത്തിലെത്താൻ സഹായിക്കുന്ന പാതയുടെ ഭാഗമാണ് പീച്ചാട് പ്ലാമല റോഡ്. പീച്ചാട് മുതൽ പ്ലാമല സിറ്റി വരെയുള്ള 2 കിലോമീറ്ററിനടുത്ത റോഡാണ് യാത്രാക്ലേശം സമ്മാനിക്കുന്നത്. നിലവിൽ കാൽനട യാത്ര പോലും ദുസ്സഹമായ റോഡിൽ മഴ പെയ്തതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട്. വാഹനങ്ങൾ പോകുമ്പോൾ ചെളിവെള്ളം കാൽനട യാത്രക്കാരുടെ മേൽ തെറിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിൽ ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഇതുവഴി എത്തുന്ന ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പ്രതിസന്ധിയാകുന്നു. പീച്ചാടിൽ നിന്നും കൊരങ്ങാട്ടി വഴി അടിമാലിക്കും അതുപോലെ മച്ചുപ്ലാവ് വഴി കോതമംഗലത്തിനും ഒക്കെ പോകുന്ന പ്രധാന പാതയായ ഈ റോഡ് നിരവധി വർഷങ്ങളായി വളരെ മോശമായ ഒരു നിലവാരത്തിലാണ് കിടക്കുന്നത്. ഇത് ഞങ്ങൾ അനവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ റോഡാണ്. ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കുന്നതിന് അധികാരികൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. കാരണം മാങ്കുളത്തു നിന്നും കുരിശുപാറയിൽ നിന്നും പീച്ചാട് നിന്നുമൊക്കെ നിരവധി ആളുകൾ 2 പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെ ഈ റോഡാണ് പ്രധാന പാതയായി കരുതുന്നതും അതിലെ പോകുന്നതും ഉപയോഗിക്കുന്നതും. അതുപോലെ ആനക്കുളത്തും മാങ്കുളത്തുമൊക്കെ വരുന്ന അനേകം വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പാതയാണ്. നിരവധി വാഹനങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് PWD ഏറ്റെടുത്തുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ റോഡ് പൂർണ്ണതോതിൽ ടാറിംഗ് നടത്തി യാത്രായോഗ്യമാക്കിയിട്ട് നാളുകളായെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കുണ്ട്. മാങ്കുളത്തേക്ക് എത്തുന്ന നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നു. റോഡ് പൂർണ്ണമായി തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ താൽക്കാലികമായെങ്കിലും കുഴികളടച്ച് യാത്ര സുഗമമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ഉപ്പതറ MC കവല മറ്റപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തത് വാർഡ് മെമ്പറിന്റെ കഴിവുകേടാണെന്ന ആരോപണവുമായി ഉപ്പതറ CPM ലോക്കൽ കമ്മിറ്റി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ഫണ്ട് യഥാസമയം ഉപയോഗിക്കാത്തതിനാലാണ് ഫണ്ട് നഷ്ടമായതെന്നാണ് ഉയരുന്ന ആരോപണം. യാത്രാക്ലേശം രൂക്ഷമായ 9 ഏക്കർ അൽഫോൺസപ്പള്ളി മറ്റപ്പള്ളി MC കവല റോഡ് അധികൃതരുടെ കനവ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് അനുവദിച്ച തുക പഞ്ചായത്ത് അംഗം കരാറുകാരനെ യഥാസമയം ഏൽപ്പിക്കാതിരുന്നതാണ് റോഡിന്റെ ശോചാവസ്ഥയ്ക്ക് കാരണമെന്ന് CPM ആരോപിക്കുന്നു. സ്കൂള് തുറന്ന ശേഷം സ്കൂൾ ബസ്സുകൾ 5-6 ബസ്സുകൾക്കും നിലവിൽ ഉപ്പാറ 9 ഏക്കർ റോഡിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ റോഡ് ഏതാ തോട് ഏതാ എന്ന നിലയിൽ അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ റോഡിൻ്റെ സാഹചര്യം ഇപ്പം മാറുകയാണ്. നിലവിലുള്ള ജനപ്രതിനിധി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫണ്ട് അനുവദിച്ചിട്ടും അത് കോൺട്രാക്ടറെ കൊണ്ട് ടെൻഡർ നടപടികൾ സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് സ്പില്ലോറായി പോകുന്ന ഒരു സാഹചര്യം നിലവിൽ നിൽക്കുകയാണ്. അപ്പം നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു 5 ലക്ഷം രൂപ ഫണ്ട് ഇപ്പോൾ നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. മഴ മാറുന്ന ശേഷം ആ ഫണ്ട് വിനിയോഗിച്ച് റോഡ് നിർമ്മാണം തുടങ്ങും. പക്ഷേ ഒരു ജനപ്രതിനിധി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ആ റോഡ് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ആ വാർഡ് പ്രതിദാനം ചെയ്യുന്ന വാർഡ് മെമ്പർ കൂടെ ഇടപെട്ടാൽ മാത്രമേ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. വാർഡ് മെമ്പറിൻ്റെ അനാസ്ഥ മൂലമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റോഡ് നിർമ്മാണം നടക്കാതെ പോയത്. റോഡിന്റെ ശോചാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും കാലവർഷം അവസാനിക്കുന്ന മുറയ്ക്ക് നിർമ്മാണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും CPM ലോക്കൽ സെക്രട്ടറി K. കലോഷ് കുമാർ പറഞ്ഞു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി മത്സ്യ കർഷകരുടെ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം ചെയ്തു.
ഇടുക്കി ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ മത്സ്യകർഷക സംഗമം സംഘടിപ്പിച്ചത്. കട്ടപ്പന ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന മത്സ്യകർഷകർക്കായിട്ടാണ് പരിപാടി നടത്തിയത്. പരിപാടിയിൽ വിവിധ മേഖലയിലുള്ള മത്സ്യകർഷകരെ ആദരിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മത്സ്യകൃഷി മേഖലയിൽ ആളുകൾക്ക് ആ കൃഷി കൊണ്ട് നല്ല വരുമാനമുണ്ടാകുന്ന തരത്തിലേക്ക് നമ്മുടെ മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഉപജീവന മാർഗം എന്ന നിലയിൽ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയായി നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഏതാണ്ട് 6 കോടിയോളം രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴേക്ക് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പണം മുഴുവനും ജില്ലയിലെ കൃഷിക്കാർക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് കഴിയുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിച്ചിട്ട് അതിൻ്റെ ഭാഗമായി കൂടുതൽ കൃഷിക്കാരെ ആകർഷിക്കുന്നതിനും കൃഷിക്കാർക്ക് വരുമാനവും തൊഴിലും എന്ന നിലയിലേക്ക് അവരെ മാറ്റുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെടേണ്ടതുണ്ട്. പരിപാടിയിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ ബിനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സവിത ബിനു, ശൈലജ വിനോദ്, പ്രോജക്ട് കോർഡിനേറ്റർ റെജീന ടി രാജൻ, ഫിഷറീസ് വകുപ്പ് ജില്ലാ ക്ലർക്ക് ശ്രീഹരി ടി എന്നിവർ സംസാരിച്ചു. ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് ഗ്രീൻ സിറ്റിയുടെ നേതൃത്വത്തിൽ പാചകപ്പുരയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി നൽകി. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ലയൺസ് ക്ലബ്ബ് ഓഫ് ഗ്രീൻ സിറ്റിയുടെ 2024-25 വാർഷിക പദ്ധതിയിലെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്കൂളിലെ പാചകപ്പുരയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി നൽകിയത്. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഏറെ പരിമിതികളുണ്ടായിരുന്നു. കട്ടപ്പന ലയൺസ് ക്ലബ്ബ് ഗ്രീൻ സിറ്റി ഹങ്കർ പ്രോജക്ടിന്റെ ഭാഗമായാണ് സാധന സാമഗ്രികൾ വിതരണം ചെയ്തത്. ചരുവം, വാർപ്പ്, മുറം തുടങ്ങി 1 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ എത്തിച്ചു നൽകി. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ നടക്കുന്ന പദ്ധതിയുടെ ഒരു ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന ഏറെ സന്തോഷം. അതിനേക്കാൾ ഉപരി കേരളത്തിലെ തന്നെ ഇവിടെ വരുമ്പോൾ അറിയാൻ സാധിച്ച 1700 വിദ്യാർത്ഥികളുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ 1500 കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന അങ്ങനെ പ്രത്യേകതകൾ ഒത്തിരിയുള്ള അതിനേക്കാൾ ഉപരി രാഷ്ട്രപിതാവിൻ്റെ പേര് വെച്ചുകൊണ്ടുള്ള ഒരു സ്കൂൾ തീർച്ചയായിട്ടും ഏറെ അഭിമാനം, ഏറെ പദവിയും ബഹുമാനവും തോന്നുന്ന നിമിഷം. ഇതിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നതിനുള്ള വലിയൊരു സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ പരസ്പരം സഹായിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിന്ത. ഒരു പെൻസിലില്ലാത്ത കുട്ടിക്ക് നമ്മളൊരു പെൻസിൽ കൊടുക്കുകയും ഒരു ബുക്കില്ലാത്ത കുട്ടിക്ക് ഒരു ബുക്ക് കൊടുക്കുകയും പരസ്പരം സഹായിച്ച് പരസ്പര ബന്ധിതമായി രാജ്യത്ത് തന്നെ സഹായങ്ങൾ ആവശ്യമുണ്ട്. പാത്രങ്ങളടക്കമുള്ളവയുടെ കുറവ് മൂലം 2 ഷിഫ്റ്റുകളായാണ് ഇവിടെ ഉച്ചഭക്ഷണം പാകം ചെയ്തിരുന്നത്. ഇതിന് പരിഹാരമായാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് ഗ്രീൻ സിറ്റി ഉപകരണങ്ങൾ നൽകിയത്. ഹങ്കർ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഡിസ്ട്രിക്റ്റിന്റെ സഹായവും ക്ലബിന്റെ കോൺട്രിബ്യൂഷനും ഉപയോഗിച്ചിട്ട് ആണ് ഇവിടെ ഈ അടുക്കളയിലെ ഇവരുടെ പരിമിതികൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഈ സാധനങ്ങൾ കിച്ചൺ എക്യുപ്മെന്റ്സ് ഇവിടെ തന്നെ കൊടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അർഹിക്കുന്ന, ഞങ്ങളുടെ നോട്ടത്തിലെ ഏറ്റവും അർഹിക്കുന്ന സ്കൂള് ഈ ശാന്തിഗ്രാമിലെ ഈ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. കാരണം കേരളത്തിലെ ഏക ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഏക ഇംഗ്ലീഷ് മീഡിയം, അതോടൊപ്പം തന്നെ 1500 കുട്ടികൾ എല്ലാ ദിവസവും ഇവിടെ ഉച്ചഭക്ഷണം കഴിക്കുന്നു. ഇവിടെ അടുക്കളയിൽ വളരെ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇവർ ഈ സംഭവങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അവരെ ഒരു ചെറിയ കൈത്താങ്ങായിട്ട് ഈ സ്കൂളിൽ തന്നെ ഈ ഉപകരണങ്ങൾ കൊടുക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ജോർജ് വേഴുമ്പത്തോട്ടം, ബെന്നി മുട്ടത്ത്, പ്രസാദ് ടി കെ, ജെയ്സൺ ജോസ്, മാത്യു PC, PTA പ്രസിഡന്റ് ഷൈൻ ജോസഫ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ഉഷ KS തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന വെട്ടിക്കുഴക്കവല പാതുവാപുരം റോഡിൽ അടിഞ്ഞുകൂടിയിരുന്ന മണൽ നീക്കം ചെയ്തു. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. കട്ടപ്പന വെട്ടിക്കുഴക്കവല പാതുവാപുരം റോഡിൽ മഴ പെയ്തതോടെയാണ് റോഡിനിരുവശത്തു നിന്നും എത്തുന്ന മണൽ കുന്നുകൂടിയിരുന്നത്. ഏറെ തിരക്കേറിയ റോഡിൽ വാഹനയാത്രക്കാർക്ക് ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. വെള്ളം ഒഴുകി വീണ കാലങ്ങളായിട്ട് ഈ എക്കലും മണ്ണും എല്ലാം വന്നടിഞ്ഞതിലെ ഒരു ഇരുചക്ര വാഹനങ്ങൾക്ക് പോകാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പല അപകടങ്ങളുണ്ടായി, തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചെറിയ കാറുകാർക്കുമൊക്കെ ഇത് ഭയങ്കര ബമ്പ് പോലെ രൂപാന്തരപ്പെട്ട് ഇങ്ങനെ വഴി നീക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് വന്ന് നമ്മളെ അതൊരു JCB വെച്ച് പിടിച്ച് മാറ്റി കൊടുക്കുന്ന ഒരു സംവിധാനം ചെയ്തു കൊടുക്കുന്നു. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് 7ാം വാർഡ് കൗൺസിലർ രാജൻ കാലാച്ചറിയുടെ നേതൃത്വത്തിലാണ് റോഡിലെ ഗതാഗതം സുഗമമാക്കിയത്.
മേരികുളം സെന്റ് മേരീസ് യു പി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും മൂല്യവർദ്ധിത ക്ലാസും നടന്നു. സംസ്ഥാന നാടകരചന അവാർഡ് ജേതാവ് KC ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേരികുളം സെന്റ് മേരീസ് യു പി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സംഘടിപ്പിച്ചു. മരിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത നാടകരചന അവാർഡ് ജേതാവ് KC ജോർജ് ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാർത്ഥികൾക്ക് സെമിനാർ സംഘടിപ്പിക്കുകയും ചെയ്തു. പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് കണ്ടത്തിൽ, ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു, PTA പ്രസിഡന്റ് ബിജോമോൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിലകപ്പെട്ട കാട്ടാനയെ രക്ഷപ്പെടുത്തി. കനാലിനോട് ചേർന്നുള്ള ഗ്രില്ലിൽ തങ്ങി നിന്ന കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ അകപ്പെട്ട കാട്ടാനയെ രക്ഷപ്പെടുത്തി. ബുധനാഴ്ച രാവിലെ 7ഓടെയാണ് ആന ഒഴുക്കിൽപ്പെട്ടത്. തുടർന്ന് ഷട്ടറിന് മുമ്പിലായുള്ള ഗ്രില്ലിൽ തങ്ങി നിൽക്കുകയായിരുന്നു. പ്രഭാത സവാരിക്കെത്തിയവരാണ് ആനയെ കണ്ടത്. ഉടൻ തേക്കടിയിലെ വനപാലകരെ വിവരമറിയിച്ചു. തുടർന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചു. ഒഴുക്ക് കുറഞ്ഞതോടെ കാട്ടാന കനാലിൽ നിന്ന് നീന്തി പുറത്തെത്തി കാട്ടിലേക്ക് പോവുകയായിരുന്നു. 1200 കനയടി വെള്ളമാണ് അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 149. വിൽപ്പനയ്ക്ക് വന്നത് 32,655. വിൽപ്പന നടന്നത് 32,010. കൂടിയ വില 2,906. ശരാശരി വില 2,315. കട്ടപ്പന കമ്പോളം. കുരുമുളക് 670. ഏലം കൂടിയ വില 2,200. ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 350. ഗ്രാമ്പു 975. കൊക്കോ 140. റബ്ബർ 190. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 6,710 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ അനധികൃത കെട്ടിട നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ നഗരസഭ മുൻ സെക്രട്ടറി ജയകുമാറിന്റെ നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി. ആശുപത്രി കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തി പട്ടയം റദ്ദ് ചെയ്ത കളക്ടറുടെ നടപടി കോടതി ശരിവെച്ചു. സംഭവത്തിൽ നിയമവിരുദ്ധ നിലപാട് സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. നെടുങ്കണ്ടം പാമ്പാടംപാറയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വളം കീടനാശിനി നിർമ്മാണ കേന്ദ്രം അടച്ചുപൂട്ടി. പാമ്പാടംപാറയിൽ പ്രവർത്തിച്ചിരുന്ന HSPM എന്ന സ്ഥാപനമാണ് അടച്ചത്.
ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വളങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താതെയാണ് കർഷകരിലേക്ക് എത്തിച്ചിരുന്നത്. നേര്യമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ തന്നോട് ആലോചിക്കാതെ യാതൊരുവിധ മേൽ നടപടികളും സ്വീകരിക്കരുതെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇത് സംബന്ധിച്ച് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തതായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ PM ബേബി. ഉപ്പുതറ പഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലെന്ന് പരാതി. കരാറുകാരന്റെ അനാസ്ഥയിൽ പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും 2.25 കോടി രൂപ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ കരാറുകാരെ പണികൾ ഏൽപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.